അങ്ങനെ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതായിരുന്നു. സമരക്കാർക്ക് മുന്നിൽ മുട്ടുമടക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി നിർദ്ദേശപ്രകാരമായിരിക്കണം മന്ത്രി രാജിവെച്ചിരിക്കുകയാണ്. ദ ട്രൂ പോയിന്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെൻസി കുട്ടികൾ ചില്ലറക്കാരല്ല കേട്ടോ. അവരുടെ സമരത്തിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. വിദ്യാഭ്യാസ മേഖല നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ആ മേഖലയിലാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു വലിയ സമരം നടക്കുന്നത്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട നീറ്റ് പരീക്ഷ കേവലം ഒരു പരീക്ഷയല്ല, മറിച്ച് അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെ MBBS സീറ്റുകളിലേക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ പരീക്ഷ നടക്കുന്നത്. 22 ലക്ഷം കുട്ടികൾ അപേക്ഷിക്കുന്ന പരീക്ഷ. ഒരു വർഷം നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന കുട്ടികളുടെ എണ്ണം, ഇക്കഴിഞ്ഞ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച കുട്ടികളുടെ എണ്ണം 22 ലക്ഷത്തി ചില്ലാനും അപേക്ഷകളാണ്. അതിൽ 20 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതും. ആ പരീക്ഷ എഴുതുന്ന കുട്ടികളിൽ കേവലം 1,25,000 കുട്ടികൾക്ക് മാത്രം MBBSന് പ്രവേശനം ലഭിക്കുന്നു. എന്ന് പറഞ്ഞാൽ 17 കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ ഒരു കുട്ടിക്ക് മാത്രം അഡ്മിഷൻ കിട്ടുന്ന പരീക്ഷ. അത്ര പ്രധാനപ്പെട്ട, അത്ര മത്സരക്ഷമമായ ഒരു പരീക്ഷയിലെ ചോദ്യപേപ്പറാണ് വ്യാപകമായി ചോർന്നത്. കുട്ടികൾക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയത്, 12ഓളം കുട്ടികളുടെ ആത്മഹത്യയിലേക്ക് വരെ നയിച്ച ഒരു സംഭവമായി അത് മാറിയത്, ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് കാരണമായത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇത്ര വലിയ ഒരു പ്രശ്നമാകാൻ എന്താണ് കാരണമെന്ന്. 20 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള പല രാജ്യങ്ങളിലെയും ജനസംഖ്യ 20 ലക്ഷത്തിൽ താഴെയാണ്. 20 ലക്ഷമൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തെ പല രാജ്യങ്ങളിലെയും ജനസംഖ്യയാണ്. എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിലെയും ജനങ്ങളുടെ അത്രയും കുട്ടികൾ, അത്രയും ആളുകൾ, അത്രയും വ്യക്തികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. വലിയ പ്രതീക്ഷയോട് കുട്ടികൾ എഴുതുന്ന പരീക്ഷ, വലിയ മത്സരക്ഷമമായി എഴുതുന്ന പരീക്ഷ. വർഷങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം കഠിനമായി പരിശീലിച്ച്, കഠിനമായി പഠനം നടത്തി പലരും വലിയ പരിശീലന കേന്ദ്രങ്ങളിൽ പോയി തയ്യാറായിട്ട് എഴുതുന്ന പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സമരം ഉണ്ടായത്. എന്തായാലും രാജ്യത്തെ ജനകീയ സമരങ്ങൾ വിജയം കാണുന്നത് ഒരു ശുഭോദർക്കമായ സംഗതിയാണ്. നമ്മൾ ഓർക്കുന്നുണ്ടാകും നമ്മുടെ കർഷക സമരം. 2020-21 കാലഘട്ടത്തിലാണ് കർഷക സമരം ഉണ്ടായത്. പഞ്ചാബിലെ കർഷകരാണ് പ്രധാനമായും ആ സമരം നയിച്ചത്. ആ സമരം ഉണ്ടായത് അന്നത്തെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 കർഷക നിയമങ്ങൾക്ക് എതിരെയായിരുന്നു. ആ 3 കർഷക നിയമങ്ങളും, കർഷക വിരുദ്ധമായ 3 നിയമങ്ങളും നമ്മുടെ കേന്ദ്ര സർക്കാരിന് അന്ന് പിൻവലിക്കേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് ഈ സമരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ യുവാക്കൾ ഈ സമരം ഏറ്റെടുത്തു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകൾ, പ്രധാനികളൊക്കെ രംഗത്തിറങ്ങി. എന്തിനു പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃനിരയിൽ നിന്ന് പോലും ഈ സമരത്തിന് അനുകൂലമായ വാക്കുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ആ ഒരു ജനകീയ വികാരത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെയാണ് ഇപ്പോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ രംഗം വളരെ പ്രധാനമാണ്. നമ്മുടെ കുട്ടികൾ വളരെ പ്രധാനപ്പെട്ടവരാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ യുവാക്കളുടെ നാടാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള ജനസംഖ്യ നമ്മുടേതാണ്. ആ യുവാക്കളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണ്? അവരുടെ പ്രതീക്ഷ വിദ്യാഭ്യാസമാണ്. നല്ല വിദ്യാഭ്യാസം ലഭിക്കുക, നല്ല ജോലി ലഭിക്കുക, നല്ല കരിയർ കെട്ടിപ്പടുക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു യുവതലമുറയിലെ ഒരു യുവാവിന്റെ സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളെ തല്ലി തകർക്കുന്ന വിധത്തിലുള്ളതായിരുന്നു നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച. എന്തായാലും ജനകീയമായ ഈ സമരത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ മറ്റൊരു സംഭവം ഓർക്കുകയാണ്. 2003 ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 2003 അന്നും കേന്ദ്രം ഭരിക്കുന്നത് BJP തന്നെയാണ്. വാജ്പേയിയാണ് പ്രധാനമന്ത്രി. മുരളി മനോഹർ ജോഷിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. മുരളി മനോഹർ ജോഷിയുടെ വകുപ്പിന്റെ പേര് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് എന്നല്ല, മാനവ വിഭവശേഷി വകുപ്പ്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നായിരുന്നു. അതിന്റെ മന്ത്രി മുരളി മനോഹർ ജോഷിയായിരുന്നു. 2003 അന്ന് നടക്കുന്നത് നീറ്റ് പരീക്ഷയല്ല, കാറ്റ് പരീക്ഷയാണ്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോദിച്ചു. ആ സംഭവവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇന്നലത്തെ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് 2003 രഞ്ജിത് സിംഗ് എന്ന് പറയുന്ന ഒരാള് തെക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ ഒരു ഹോട്ടലിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തിയാണ് ഈ കാറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ വിൽപ്പന നടത്തിയത്. അതിന് 2 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയായിരുന്നു അന്നത്തെ വില എന്ന് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. അതിലെ രസകരമായ സംഗതി അതൊന്നുമല്ല.
പരീക്ഷ വിവാദം ഉണ്ടായി, CBI കേസ് രജിസ്റ്റർ ചെയ്തു. പക്ഷെ ആ കേസിന്റെ വിചാരണ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. 2003 പറഞ്ഞാൽ 2026 ആയല്ലോ, 23 കൊല്ലം കഴിഞ്ഞു പോയല്ലേ. ഇപ്പോഴും ആ കേസിന്റെ വിചാരണ പൂർത്തിയായിട്ടില്ല. അടുത്ത മാസം അതിന്റെ വിചാരണ തുടങ്ങാൻ പോകുന്നു എന്ന വാർത്തയാണ് ദ ഹിന്ദു പത്രം പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയും ഇന്നലത്തെ ഹിന്ദു പത്രത്തിലുണ്ട്. അതിൽ പറയുന്നത് ഈ പരീക്ഷ നടത്തുന്ന ഏജൻസി, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA, അവരുടെ ഉദ്യോഗസ്ഥരിൽ അധികം ആളുകളും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്ന ആൾക്കാരാണെന്നാണ്. ഒരുപാട് തസ്തികകൾ അതിൽ ഒഴിഞ്ഞു കിടക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷ നീറ്റ് പരീക്ഷ മാത്രമല്ല, ഇന്ത്യയിൽ ഒരുപാട് പരീക്ഷകൾ, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പരീക്ഷകൾ നടത്തുന്ന ഏജൻസിയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അവർക്ക് സ്വന്തമായി ഒരു ഓഫീസ് സംവിധാനമില്ല, അവർക്ക് സ്വന്തമായി ആവശ്യമായത്ര ജീവനക്കാരില്ല, അതിൻ്റെ രഹസ്യാത്മക സ്വഭാവം പാലിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ഗുരുതരമായ കാര്യങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ പുതിയ തലമുറ, അവർ പ്രതീക്ഷയോട് കാണുന്നത് നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയാണ്. അവിടെയാണ് ഇങ്ങനെയുള്ള ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് എന്തായാലും സ്വാഗതാർഹമാണ്. അത് വളരെ വൈകിയാണെങ്കിലും അത് സംഭവിച്ചത്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ വൈകിയാണെങ്കിലും ആ രാജി ഒരു സൂചനയാണ്. രാജ്യത്തെ ജനകീയമായ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ, ജനകീയമായ സമരങ്ങളെ ലാത്തി കൊണ്ടും അതുപോലെ കണ്ണീർവാദം കൊണ്ടും നേരിടാൻ കഴിയുകയില്ല എന്നുള്ളതിന്റെ സൂചനയാണ്. ഗവൺമെന്റ് എന്തൊക്കെയാണ് ചെയ്തത്? സോനു വാങ്ചുക്ക് നിരാഹാര സമരം തുടങ്ങി, അദ്ദേഹത്തെ നിർബന്ധിച്ച് അറസ്റ്റ് ചെയ്തു, ആശുപത്രിയിലാക്കി, അദ്ദേഹത്തെ കൊണ്ട് സമരം പിൻവലിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഡൽഹിയിൽ മുഴുവൻ ബാരിക്കേഡുകൾ ഉയർത്തി, 10 അടിയിലധികമുള്ള ബാരിക്കേഡുകൾ ഡൽഹിയുടെ പല പ്രദേശങ്ങളും ഉയർത്തി, അവർക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു, ഇന്റർനെറ്റ് വിച്ഛേദിച്ചു, ഡൽഹി മെട്രോയുടെ സർവീസുകൾ, ഒരുപാട് സ്റ്റേഷനിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചു. അങ്ങനെ പല രീതിയിലും ഈ സമരത്തെ അടിച്ചമർത്താനും പരാജയപ്പെടുത്താനും സർക്കാർ ശ്രമിച്ചെങ്കിലും രാജ്യത്തെ യുവജന വികാരത്തിന് മുന്നിൽ സർക്കാരിന് ഒട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്ക് ഈ സമരം കാരണമാണ്. നമ്മുടെ കുട്ടികൾ ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒരു കാരണം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ തകർച്ചയാണ്. എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യം വളരെ ഗൗരവമായിട്ട് കാണണം. രാജ്യത്തെ ഭിന്നിപ്പിക്കുക എന്നത് മാത്രമായിരിക്കരുത് സർക്കാരിന്റെ ലക്ഷ്യം, മറിച്ച് നല്ല കരുത്തുള്ള യുവസമൂഹത്തെ വാർത്തെടുക്കാനും അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭ്യമാക്കാനും അവരെഴുതുന്ന പരീക്ഷകൾക്ക് വിശ്വാസം ഉണ്ടാക്കാനുമുള്ള ചർച്ചകൾക്ക് ഈ സമരം ഒരു കാരണമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഈ സമരത്തെ നമ്മളെല്ലാവരും വളരെ ആവേശപൂർവ്വമാണ്, നമ്മുടെ നാട്ടിലെ പൊതുസമൂഹം ആവേശപൂർവ്വമാണ് എതിരേറ്റത്. രാജ്യത്ത് തിരുത്തൽ ശക്തികൾക്ക്, രാജ്യം നന്നാക്കാനുള്ള ആഗ്രഹത്തിന് അറുതി ഉണ്ടാകുന്നില്ല. അതിനെ ഏറ്റെടുക്കാൻ ഇനിയും പുതുതലമുറ തയ്യാറാണ് എന്നുള്ള വലിയൊരു സൂചനയാണ് ഈ സമരം എന്നാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. നമുക്ക് വീണ്ടും കാണാം ദ ട്രൂ പോയിന്റിന്റെ മറ്റു എപ്പിസോഡുമായി.